വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പത്രവാർത്ത ഉയർത്തുന്ന ചില ആശങ്കകളുണ്ടായിരുന്നു. അതിലൊരു ഭാഗം രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം കണ്ടപ്പോഴുണ്ടായിരുന്ന സംശയം, സംസ്ഥാന ഗവൺമെൻറ് കൂടി അറിഞ്ഞോ, സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരം കൊടുത്തോ, അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാമെന്ന് പറഞ്ഞോ എന്നൊക്കെയുള്ളൊരു ശങ്കയുണ്ടായിരുന്നു. അതിൽ രാവിലെ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. സർ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നാം കാണേണ്ടത് കൺസെഷണൽ അഗ്രിമെന്റ് ക്ലോസ് 5(3) പ്രകാരം അതോറിറ്റിയായ കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി വിൽക്കാനോ കരാർ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിലെ ഉടമസ്ഥതയിൽ വ്യതിയാനം സൃഷ്ടിക്കാനോ കഴിയുകയുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് ചേഞ്ച് ഇൻ ഓണർഷിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഇന്ന് വാർത്ത കണ്ടാൽ ഏകദേശം നടപ്പായി എന്നുള്ള മട്ടിലാണ് അങ്ങനെ വരാനിടയായത് എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. സർ, ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ദേശീയ സുരക്ഷയുടെ താല്പര്യാർത്ഥവും നാടിൻ്റെ ജനങ്ങളുടെ പൊതു താല്പര്യാർത്ഥവും പരിശോധിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ് ക്ലോസ് നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായവും ആരായാവുന്നതാണ്. സർ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പഹൽഗാം അറ്റാക്ക്, ഓപ്പറേഷൻ സിന്ദൂർ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഹൈലി ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നത്. കേരളത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിക്കുമ്പോൾ ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം, മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. നിലവിൽ വിഴിഞ്ഞം പോർട്ട് ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമാണ് നടത്തുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസത്തോടുകൂടി റോഡ് മാർഗേന ചരക്ക് നീക്കം ആരംഭിക്കാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ എക്സിം കാർഗോ, ഗേറ്റ് വേ കാർഗോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു എക്സ്പോർട്ടറിന് ഒരു നിശ്ചിത കമ്പനിയുടെ കണ്ടെയ്നറിലും കപ്പലിലും മാത്രമേ അവരുടെ ചരക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഇതോടെ വരാൻ പോകുന്നത്. അതിൻ്റെ പാർശ്വഫലം ആ ഒറ്റയാൻ കമ്പനി നിശ്ചയിക്കുന്ന റേറ്റിൽ കാര്യങ്ങളൊക്കെ എല്ലാ വ്യവസായികളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകും എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നാം കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോൺകോർ, CWC ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ഏകദേശം 5000 കോടി രൂപയുടെ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുൾപ്പെടെയുള്ള ലോജിസ്റ്റിക്സ്, കണ്ടെയ്നർ ഫ്രൈറ്റ്, ICD അനുബന്ധ വികസന മേഖലയിലെ മറ്റ് പ്രമുഖ സ്ഥാപനങ്ങൾ, ഇവർക്കെല്ലാം ഇനി നമ്മുടെ നാട്ടിൽ വളർച്ചയ്ക്കുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ് ഈ മൊണോപ്പൊളി വിഴിഞ്ഞത്ത് വരുന്നതോടുകൂടി. ഇപ്പോൾ മത്സരക്ഷമത ഏതൊരു വളരുന്ന വിപണിയുടെയും ആണിക്കല്ലാണ്. മാർക്കറ്റ് കോമ്പറ്റീവ്നെസ്സിനെ ഒറ്റയടിക്ക് തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഈ മൊണോപ്പൊളി കേരളത്തിൻ്റെ പോർട്ട് കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. നമ്മുടെ സർക്കാർ ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കരാറുണ്ട്. അതുവഴി 17 വർഷങ്ങൾക്ക് മുന്നിലേക്കാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശേഷി വർദ്ധിപ്പിക്കൽ നിർമ്മാണം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകും. നമ്മുടെ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി വലിയ തോതിൽ വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ വിവിധ കപ്പൽ കമ്പനികളുടെ കപ്പൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിനും ചെറിയ തടസ്സം ഇതുണ്ടാക്കുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനായി ചർച്ചകളെല്ലാം നടത്തിയതാണ്. അതെല്ലാം ഒരൊറ്റ കമ്പനിയിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. കേന്ദ്രവുമായി നമ്മൾ നടത്തിയ ചർച്ചകളിൽ ഇതിൽ വലിയ തോതിലുള്ള എക്സ്പാൻഷൻ പദ്ധതികൾ സർക്കാർ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ സർക്കാരിനും വേറെ തടസ്സമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകോത്തര മാതൃകയിൽ മൾട്ടി ഓപ്പറേറ്റർ പോർട്ടായി നാം വൻതോതിൽ വളരും. ഇതാണ് ചർച്ചകളിൽ കണ്ടിരുന്നത്. പക്ഷേ ഇതാണെങ്കിൽ എതിർദിശയിൽ പോവും. അത് ശങ്കിച്ചുകൊള്ളണം, അത് മനസ്സിലാക്കിക്കൊള്ളണം. മൾട്ടി ഓപ്പറേറ്റർ പോയിട്ട്
മൾട്ടി ക്ലൈൻറ്റൈൽ പോലും ഇല്ലാതെയാവും. എന്താണ് നാം കാണേണ്ടത്? വികസന സാധ്യതകൾ ചുരുങ്ങുകയാണ്, മത്സരക്ഷമത തകർക്കപ്പെടുകയാണ്, മൊണോപ്പൊളി വല്ലാതെ വേരുപിടിപ്പിക്കുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. മാത്രമല്ല, ഒരാശങ്ക കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ, മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഇത് വഴിവെക്കും. കാരണം അദാനിയുടെ സ്റ്റേറ്റ് പാർട്ണർഷിപ്പുള്ള പോർട്ട് ഇത് മാത്രമാണ്, ബാക്കിയെല്ലാം അവരുടെ കയ്യിലുള്ളതെല്ലാം സ്വന്തമാണ്. ഇങ്ങനൊരു കമ്പനിയുമായിട്ടുള്ള ഒരു മൊണോപ്പൊളി സാധ്യമാകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട 2035 മുതലാണെങ്കിലും നമ്മുടെ സർക്കാരിന് വരുമാന വിഹിതം കിട്ടണമല്ലോ. അതിന് കൃത്രിമമായി കുറവ് വരുത്താനും ഇടയാകില്ലേ എന്നതും നാം ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്.